നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിനായകന്, വിഘ്നേശ്വരന്, സാക്ഷാൽ ഗണേശന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് വിനായക ചതുർത്ഥി. ഭഗവാൻ ഏറെ സന്തോഷവാനായ ദിവസം, അല്ലെങ്കിൽ സന്തോഷവാനാകുന്ന ദിവസം എന്ന് തന്നെ പറയാം. നമ്മളെ കാണാനായി ഭഗവാൻ വരുന്ന ദിവസമാണ്. നമ്മൾ പ്രജകൾ അല്ലെങ്കിൽ നമ്മൾ ഭക്തരെ കാണുവാനായി ഭഗവാൻ നേരിട്ട് എഴുന്നള്ളുന്ന ദിവസമാണ് വിനായക ചതുർത്ഥി. സെപ്റ്റംബർ 7 ശനിയാഴ്ചയാണ് 2024 ആണ്ടിലെ വിനായക ചതുർത്ഥി. അപ്പോൾ ഇതോടനുബന്ധിച്ച് എപ്പോഴും ഭാഗ്യം അധികരിച്ച് ഓരോ വിശേഷ സമയങ്ങളിലും ഓരോ നക്ഷത്രക്കാർക്ക് ഭാഗ്യം അധികരിച്ചു വരുന്നതാണ്. അത് ഏവർക്കും അറിയുന്ന കാര്യവുമാണ്. അപ്പോൾ ഈ വിനായക ചതുർത്ഥി പ്രമാണിച്ച് 7 നക്ഷത്രക്കാർക്ക് ഏറെ അനുഗ്രഹം, ഗണേശ ഭഗവാന്റെ അനുഗ്രഹം ഏറെ ഉണ്ടാകുന്ന ഒരു സമയം വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവരെ വളരെ ഉന്നതിയിൽ, ഉയർച്ചയിൽ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഒരു അവസരമാണ് വന്നു ചേരാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ അവർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ വളരെ ഐശ്വര്യമുള്ളതാണ്. ആ ഭവനത്തിന് വരെ വളരെ ഐശ്വര്യം വർദ്ധിക്കുകയും ആ ഭവനത്തിൽ വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുവാൻ അത് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ നാളുകാർ പ്രത്യേകിച്ച് വിനായക ചതുർത്ഥി വരുന്ന ദിവസം ക്ഷേത്ര ദർശനം നടത്താനും ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കാനും ഗണനായകനെ പ്രാർത്ഥിക്കാനും വിഘ്നങ്ങളൊക്കെ മാറാൻ വിനായകനെ പ്രാർത്ഥിച്ച് നാളികേരം തലയ്ക്കൊഴിഞ്ഞ് ഉടയ്ക്കുന്നതൊക്കെ മംഗളകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ വിനായക ചതുർത്ഥി ദിനം മുതൽ ഭാഗ്യം അനുഭവിക്കാൻ യോഗം ഉള്ളതെന്ന് നമുക്കറിയണം. ഇതൊക്കെ നക്ഷത്രക്കാരെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോവുകയാണ്. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യൂ. അതോടൊപ്പം ഒന്ന് ഷെയർ ചെയ്തിട്ട് കാണാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് സെപ്റ്റംബർ 7 വിനായക ചതുർത്ഥി അനുഗ്രഹ ഭാവത്തിൽ ഗണനായകൻ അവർക്ക് എല്ലാ തരത്തിലുള്ള ഭാവുകങ്ങളും നേരാൻ പോകുന്നതെന്ന്. അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലൂടെ, അല്ലെങ്കിൽ എല്ലാം പുറമേ കാണുന്നവർക്കെല്ലാം ഉണ്ടെന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ നമ്മൾക്കറിയാം നമ്മുടെ ഉള്ളിൽ എത്രത്തോളം വിഷമങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ചാണ് നമ്മൾ ദിനങ്ങൾ തള്ളി നീക്കുക എന്നത്. ആ ഒരു അവസ്ഥയിൽ വന്ന ആളുകൾക്ക് അതെല്ലാം മാറാൻ പോവുകയാണ്. പുറമേ നിന്ന് നോക്കുന്നവർ അവർ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, അവരുടെ വീട്ടിൽ അവനെ കണ്ടാൽ അറിയാം ഭയങ്കര ധനമുള്ള നമ്മളൊരു പണം ചോദിച്ചാൽ അവൻ തരികയുമില്ല. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ദേഷ്യമായിരിക്കും ചിലർ. പക്ഷേ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ പൈസ ഉണ്ടോ, നമ്മുടെ വയറിൽ നമ്മൾ ഒരു നേരത്തെ അന്നം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നൊരു അവസ്ഥയിലൂടെ കടന്നു വന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ ഒരു മാറ്റത്തിന്റെ സമയമാണ്. എത്ര കഷ്ടപ്പെട്ട ആയാലും ധനം ലഭിക്കാതിരുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു വന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇനി നിങ്ങൾ ഒഴുക്കിയ വിയർപ്പിന്, അല്ലെങ്കിൽ നിങ്ങൾ ഒഴുക്കിയ കണ്ണീരിന് ഒക്കെ ഭഗവാൻ കണ്ട് തക്കതായ ഫലം, തക്കതായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉയർച്ച നൽകാൻ പോകുന്ന അവസരമാണ് സെപ്റ്റംബർ 7 വിനായക ചതുർത്ഥി ദിനം മുതൽ തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന വിഷമങ്ങൾക്ക് നിന്നൊക്കെ ഒരു നല്ല മാറ്റം വിനായക ചതുർത്ഥി ദിനം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ, തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭഗവാൻ സർവ്വ സൗഭാഗ്യങ്ങളുമായി വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് സെപ്റ്റംബർ 7 മുതൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക്, അതായത് വിനായക ചതുർത്ഥി ദിനം മുതൽ തുടങ്ങുവാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ധാരാളം വിഷമഘട്ടങ്ങളിലൂടെയും അതുപോലെ പഴികൾ അല്ലെങ്കിൽ പരാതികൾ അങ്ങനെയുള്ള പല ഭാവങ്ങൾ, കാരണം നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് പോലും നമ്മുടെ ചോദ്യചിഹ്നമായി നിൽക്കേണ്ടി, അല്ലെങ്കിൽ നമ്മളാണ് ചെയ്തത് എന്ന് പറഞ്ഞ് പല പഴികളും പരിഹാസങ്ങളും ഒക്കെ കേട്ട് വിഷമഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരു സമയമായിരുന്നു പൂരാട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറ്റപ്പെടുത്തലും പരിഹാസങ്ങളും പരിഹസിച്ചവരും എല്ലാവരും തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ വിജയം കണ്ണ് മഞ്ചളിക്കുന്ന, അതായത് കണ്ട് കൊതിക്കുന്ന ഒരു അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും വർദ്ധിക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ പോകുന്ന സമയമാണ് പൂരാടം നക്ഷത്രക്കാർ. കുടുംബത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും നടക്കാൻ പോകുന്ന ഒരു ഭാഗ്യം, ഒരു അവസരമൊക്കെയാണ് ഇനി പൂരാടം നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കുവാൻ പോകുന്നത്. സെപ്റ്റംബർ 7 മുതൽ ഗണേശന്റെ അനുഗ്രഹം നിമിത്തം പൂരാടം നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ചതൊക്കെയും ഭഗവാൻ നൽകുന്നതായിരിക്കും, നേടിയെടുക്കാൻ കഴിയുന്നതുമായിരിക്കും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ജീവിതത്തിൽ ഭഗവത് ചൈതന്യം വന്നിറങ്ങുന്ന, അല്ലെങ്കിൽ അനുഭവിക്കാൻ യോഗമായി ഭഗവാന്റെ അനുഗ്രഹം വന്നിറങ്ങുന്ന ഒരു സമയമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും വളരെ മാനസിക
പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഭഗവാൻ വിനായക ചതുർത്ഥിയോടുകൂടി അനുബന്ധിച്ചു മാറ്റങ്ങളൊക്കെ വന്നണയുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ 7 മുതൽ വന്ന് ഭവിക്കുവാൻ പോകുന്നത്. തടസ്സങ്ങളൊക്കെയും മാറി സർവ്വ ഐശ്വര്യവും സർവ്വ കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങൾ എന്ത് കാര്യം വിചാരിച്ചാലും അതൊക്കെ നടക്കുന്ന ഒരു അവസരമാണ് സെപ്റ്റംബർ 7 മുതൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും വന്ന് ഭവിക്കുവാനായി പോകുന്നത്. സെപ്റ്റംബർ 7 മുതൽ വിനായക ചതുർത്ഥി ദിനമായ അന്ന് മുതൽ ഭാഗ്യം ലഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഭാഗ്യം സിദ്ധിക്കുന്ന ഗണനായകന്റെ അനുഗ്രഹം കൊണ്ട് ഭാഗ്യം സിദ്ധിക്കുന്ന അടുത്ത നക്ഷത്രം ഉത്രമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് ഉത്രം നക്ഷത്രക്കാർ കടന്നു വന്നത്. ആ അവസ്ഥയൊക്കെ മാറി എല്ലാ കാര്യത്തിലും ഒരു വിജയം കണ്ടെത്താൻ സാധിക്കുന്ന സമയമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥകളൊക്കെയും ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും വിഷമത്തിന്റെയും ഒക്കെ അവസ്ഥകൾ മാറി ഐശ്വര്യപൂർണമായ ദിനങ്ങൾ വന്നണയുന്ന ത്തിലേക്കാണ് കടന്നു വരുന്നത് ഉത്തര നക്ഷത്രക്കാർ. സെപ്റ്റംബർ 7 മുതൽ ഗണപതി ഭഗവാന്റെ വിനായകന്റെ അനുഗ്രഹം കൊണ്ട് ആ ദിനങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നണയാൻ പോകുന്നത്. ദോഷങ്ങളൊക്കെയും മാറി ഐശ്വര്യപ്രദമായ ജീവിതമാണ് വന്ന്. കാരണം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രക്ഷപ്പെടാൻ പോവുകയാണ് ഉത്തര നക്ഷത്രക്കാർ എന്ന് തന്നെ നമ്മൾ പറയാവുന്നതാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും തടസ്സങ്ങളൊക്കെയും മാറി ഭാഗ്യത്തിലേക്ക് എത്തിക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ 7 മുതൽ തുടങ്ങുവാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം അത്തമാണ്. ഭഗവാന്റെ ജന്മനക്ഷത്രമാണ് അത്തം. ഇവർ സൗഭാഗ്യം വരുന്ന ഒരു സമയത്തിലേക്കാണ് സെപ്റ്റംബർ 7 മുതൽ കാലെടുത്ത് വയ്ക്കുവാനായി പോകുന്നത്. അത്രയ്ക്ക് മോശം അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു വന്നതാണ് അത്തം നക്ഷത്രക്കാർ. ജീവിതത്തിൽ സുഖവും സമൃദ്ധിയും വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് അത്തം നക്ഷത്രക്കാർ കടക്കുവാൻ പോകുന്നത്. സെപ്റ്റംബർ 7 മുതൽ വളരെ മാനസിക ബുദ്ധിമുട്ടുകളിലും ശാരീരികമായുള്ള പല ബുദ്ധിമുട്ടുകളിലും സാമ്പത്തികമായിട്ടുള്ള വളരെ കഷ്ടപ്പാടുകളിലും ദാരിദ്ര്യമായ പല അവസ്ഥകളിലും അല്ലെങ്കിൽ ദരിദ്രൻ എന്ന് പോലും മറ്റുള്ളവരാൽ പറയപ്പെടുന്ന അല്ലെങ്കിൽ സ്വയം തന്നെ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള അവസ്ഥയിലൂടെയൊക്കെ കടന്നു വന്ന അത്തം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ 7 മുതൽ ഗണേശന്റെ ഭഗവാൻ ഗണനായകന്റെ അനുഗ്രഹത്താൽ നല്ലൊരു ജീവിതം തുടങ്ങാൻ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയുന്ന ഭാഗ്യതലത്തിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നണയുവാനായി പോകുന്നത്. അടുത്ത നക്ഷത്രം അനിഴമാണ്. സെപ്റ്റംബർ 7 മുതൽ ഗണേശന്റെ ഗണനായകൻ വിഘ്നേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഭാഗ്യത്തിലേക്ക് കടക്കാൻ പോകുന്ന നക്ഷത്രമാണ്. മനസ്സിൽ വളരെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന അനിഴ നക്ഷത്രക്കാർക്ക് വളരെ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. മക്കളാൽ വളരെ ദുരിതങ്ങളും ദുഃഖങ്ങളും അല്ലെങ്കിൽ മക്കളുടെ വിവാഹകാര്യം ഓർത്ത് അല്ലെങ്കിൽ മക്കളുടെ ജോലി ഉദ്യോഗ കാര്യങ്ങളൊക്കെ ഓർത്ത് വളരെ വിഷമിച്ചുകൊണ്ടിരുന്ന അനിഴ നക്ഷത്രക്കാർക്കൊക്കെ ഒരു പൂർണ്ണമായ ജീവിതത്തിലേക്ക് എത്താൻ പോവുകയാണ്. മനപ്രയാസത്തിനൊക്കെയും ഒരു പരിഹാരം കണ്ടെത്താനുള്ള സമയമായിരിക്കുന്നു. കഷ്ടകാലത്തിന് അവസാനമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സമയത്ത് പറയുവാനുള്ളത്. ധാരാളം കടം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പരാധീനതകളാലൊക്കെ വിഷമം അനുഭവിച്ചിരുന്ന ആളുകൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് സെപ്റ്റംബർ 7 മുതൽ അനിഴം നക്ഷത്രക്കാർക്ക് വന്നണയാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ചിത്രയാണ്. വളരെ നല്ല കാലം തന്നെയാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കാൻ പോകുന്നത്. മന്ദി ഭവിച്ച ഒരു കാലഘട്ടത്തിലൂടെ എന്ത് ചെയ്താലും വിജയത്തിലെത്താനോ അല്ലെങ്കിൽ ഒരു ദീർഘനാളത്തേക്കോ ആ ഭാഗ്യം നിലനിൽക്കാത്ത ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു വന്നവർക്ക് വിനായക ചതുർത്ഥിയോടുകൂടി സെപ്റ്റംബർ 7 മുതൽ ജീവിതത്തിൽ എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലും അവസരത്തിലൂടെയൊക്കെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഐശ്വര്യം വാനോളം ഉയരുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾക്ക് സെപ്റ്റംബർ 7 മുതൽ നിങ്ങൾ ഇനി കടന്നു പോകാൻ പോകുന്നത്. വിനായക ചതുർത്ഥി ദിവസം എന്തായാലും വിനായകനെ ദർശിക്കാൻ ഈ നക്ഷത്രക്കാരെ ആരും വിട്ടുപോകാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അനുഗ്രഹം തരാനായി ഭഗവാൻ എഴുന്നള്ളുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം കൂടി ആ വിനായക ക്ഷേത്രത്തിൽ ചെന്ന് അദ്ദേഹത്തെ രാവിലെ വിനായക ചതുർത്ഥി ദിവസം കണ്ട് വന്ദിച്ച് നിങ്ങളെ സാധ്യമാക്കുന്നത്. കയ്യിൽ ധനമില്ല എങ്കിൽ പോലും ഒരു തേങ്ങ വാങ്ങിക്കാനുള്ള ധനം എവരുടെയും കയ്യിൽ അന്നത്തെ ദിവസം ഒന്ന് സുരുക്കൂട്ടി വെക്കാനൊന്ന് ശ്രമിക്കുക. ഒരു നാളികേരം വാങ്ങിച്ച് തലയിൽ ഒഴിഞ്ഞ് കുടുംബത്തെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറണമെന്ന് ഭഗവാനോട് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ച് 3 വട്ടം തലയ്ക്ക് ഒഴിഞ്ഞതിന് ശേഷം ആ നാളികേരം ഉടയ്ക്കുക. എല്ലാ ദുഃഖങ്ങളും മാറുകയും അഹംഭാവം ഞാനെന്ന ഭാവം ഉള്ളിലുണ്ടെങ്കിൽ അതുവരെ അവിടെ ഉടഞ്ഞു പോവുകയും പുതിയൊരു പുനർജന്മം പുതിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നത് സുനിശ്ചിതമായ കാര്യമാണ്.